Hello friends, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഫിലിപ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു വയർലെസ് മൗസിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ. ഞാനിത് ഒരാഴ്ചയായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതെന്തായാലും നമുക്ക് വീഡിയോയിൽ കൂടി കാണാം. ഈ വയർലെസ് മൗസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി വെരി അഫോർഡബിൾ. വെറും 200 രൂപയാണ് ഈ മൗസിൻ്റെ പ്രൈസ് വരുന്നത്. കാഴ്ചയിൽ ഫിലിപ്സ് വളരെ നല്ലൊരു പാക്കേജിങ് തന്നെയാണ് ഈ മൗസിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം പ്രീമിയം ഫീൽ തന്നെ വരുന്നുണ്ട്. ഇതിൽ വരുന്നത് 3 ബട്ടൺസ് ആണ്. 2 ക്ലിക്ക് ബട്ടൺസ്, ഒരു റോട്ടറി ബട്ടൺ. 2.4 GHz വയർലെസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഒപ്റ്റിക്കൽ സെൻസറും വരുന്നുണ്ട്. സാധാരണ മൗസിൽ കാണുന്ന ഒരു റെഡ് കളർ ലൈറ്റ്. ഇതിൽ 3 മില്യൺ ക്ലിക്സ് ആണ് ഇവർ പറയുന്നത്. അതായത് ദിവസേന ഒരു യൂസർ 5000 പ്രാവശ്യം ബട്ടൺസ് ഞെക്കിയാൽ മാത്രം 2.5 വർഷം എടുക്കും ഈ 3 മില്യൺ ക്ലിക്സ് എത്താനായിട്ട്. പാക്കേജിങ്ങിനകത്ത് നമുക്കൊരു ആൽക്കലൈൻ ബാറ്ററി ഉണ്ടാവും, 3 ബുക്ക്ലെറ്റ്സും ഉണ്ടാവും, അതോടൊപ്പം മൗസും ഉണ്ടാവും. ആൽക്കലൈൻ ബാറ്ററി കൊണ്ട് കുറച്ച് കൂടുതൽ ലാസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. കാഴ്ചയിൽ മൊത്തത്തിലൊരു പ്ലാസ്റ്റിക് ഫീലാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. ഒരുപാട് ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒന്നും ഫിലിപ്സ് ഇതിന് കൊടുത്തിട്ടില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാൻ കഴിയും. പക്ഷേ ഈ പ്രൈസ് പോയിന്റിൽ ഇങ്ങനെ ഒരു ഫങ്ഷനാലിറ്റി ഉള്ള ഒരു വയർലെസ് മൗസ് വരുന്നത് അതൊരു വലിയ കാര്യം തന്നെ. ഈ മൗസിൻ്റെ ഫങ്ഷനാലിറ്റിയെ ഏറ്റവും കൂടുതൽ ഇംപ്രസീവ് ആക്കുന്ന വേറൊരു ഫീച്ചർ ഇതിൻ്റെ സൈലൻറ്റ് ബട്ടൺ ക്ലിക്സ് ആണ്. വളരെ സൈലൻ്റ് ആണ്, വളരെ സാറ്റിസ്ഫൈയിങ്ങുമാണ്. മാത്രമല്ല ഇതിൻ്റെ റോട്ടറി ബട്ടൺ റൈറ്റിലേക്ക് മാത്രമേ ക്ലിക്ക് ചെയ്യാറുള്ളൂ, ലെഫ്റ്റിലേക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കാഴ്ചയിൽ ഒരുപാട് ചെറുതല്ല എങ്കിൽ പോലും എന്നാൽ കയ്യിൽ അത്യാവശ്യം ഒതുങ്ങുന്ന ഒരു മൗസ് തന്നെയാണ്. അതിൻ്റെ ബാക്കിൽ കാണുന്ന ഒരു ബാറ്ററി ഇടുന്ന സ്ലോട്ടിൻ്റെ കവറാണിത്. ഇതിൻ്റെ കൂടെ വരുന്ന പ്ലഗ് ആൻഡ് പ്ലേ USB അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഇത് നമ്മുടെ മൗസിൻ്റെ സ്ലോട്ടിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഫീലിംഗ് തോന്നാം ഇനി അത് കവറില്ലെങ്കിൽ ഇളകി പോകുമോ എന്നുള്ളത്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അത്യാവശ്യം ഫോഴ്സ് കൊടുത്തിട്ടും അത് പുറത്ത് വന്നിട്ടില്ല. നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ സ്ലോട്ടിൽ നിന്നും ആ പ്ലഗ് ആൻഡ് പ്ലേ USB പുറത്തെടുക്കാൻ കഴിയൂ. അതൊരു വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഇതിൻ്റെ കൂടെ വരുന്ന 3 ബുക്ക്ലെറ്റ്സ് ആണ്. ഒരു യൂസർ മാനുവൽ, ഒരു വാറണ്ടി കാർഡ്, പിന്നെ ഒരു പ്രോഡക്റ്റ് സപ്പോർട്ട്. 2.4 GHz എന്ന് പറഞ്ഞാൽ ലേറ്റൻസി വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഗെയിമിങ്ങിനൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ്. പൊതുവേ ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ ഞാൻ വേറെ ഒരു കമ്പനിയും ഒരു വയർലെസ് മൗസ് കൊടുക്കുന്നത് കണ്ടിട്ടില്ല. മാത്രമല്ല ഇത്രയും ഫങ്ഷനാലിറ്റി ഒരുപാട് ഇൻറ്റൻസ് യൂസിന് അല്ലെങ്കിൽ പോലും ഡെയിലി ബേസിസിന് യൂസിന് വളരെയധികം കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൗസ് തന്നെയാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.